അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഅയ്ദീനാ ഖല്ലത്ത് ഹിലത്തുനാ ദിരികനാ വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കിണർ എലിയോ പൂച്ചയോ മറ്റു ജീവികളോ വീഴുകയും അതിൽ നിന്ന് ചത്തുകൊണ്ട് വെള്ളത്തിൽ കലരുകയും ചെയ്താൽ ആ വെള്ളം എങ്ങനെയാണ് ശുദ്ധിയാക്കുക, ഉപയോഗിക്കുക? ആ കിണർ കുറച്ച് വെള്ളമേ ഉള്ളൂ, പൂർണ്ണമായിട്ടും നജസായി. ആ വെള്ളം വറ്റിച്ചതുകൊണ്ട് അത് ശുദ്ധിയാവുക? യഥാർത്ഥത്തിൽ കുറഞ്ഞ വെള്ളമാകുമ്പോൾ അത് വറ്റിച്ചാലും ആ നജസിൻ്റെ ഭാഗം ആ കിണറിൽ അതിൻ്റെ പടവുകളിലും മറ്റുമൊക്കെ എത്തിപ്പെടുകയും അവിടെ അത് ശുദ്ധിയാകുക എന്നുള്ളത് ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് അത് ശുദ്ധിയാക്കുക എന്ന് ചോദിച്ചാൽ, ഉറവുള്ള കിണറാണെങ്കിൽ കൂടുതൽ ഉറവ് വന്നുകൊണ്ട് 2 കൊല്ലത്തിലേറെ വെള്ളമാകുന്നത് വരെ കാത്തിരിക്കുക. അതുമല്ലെങ്കിൽ പുറത്തുനിന്ന് വെള്ളം കൂടുതൽ കിണറിലേക്ക് എത്തിച്ചുകൊണ്ട്, ഇനി കുളമായിരുന്നു അങ്ങനെ തന്നെയാണ്, എന്നിട്ടത് 2 കൊല്ലത്തിൽ കൂടുതലാക്കി അതിൻ്റെ ശേഷം പകർച്ചയില്ലെങ്കിൽ ആ വെള്ളം ശുദ്ധിയായ വെള്ളമായിട്ടാണ് പരിഗണിക്കപ്പെടുക. 2 കൊല്ലത്തിൽ കൂടുതൽ വെള്ളമുണ്ട്, നജസായ വസ്തു അതിൽ ഛിന്ന ഭിന്നമാവുകയും ചെയ്താൽ, എലിയുടെ ശവക്കാണെങ്കിൽ വെള്ളത്തിൽ വീഴുകയും അതിൻ്റെ രോമങ്ങൾ വെള്ളത്തിൽ പൊഴിഞ്ഞു വീഴുകയും ചെയ്തു. എന്നാൽ ആ വെള്ളം അധികമുള്ളത് കൊണ്ട് ശുദ്ധമാണെങ്കിലും ബക്കറ്റ് പോലുള്ളത് ഉപയോഗിച്ച് അതിൽ നിന്ന് വല്ലതും കോരിയെടുത്ത് ഉപയോഗിക്കുക പ്രയാസമാണ്. കാരണം അതിൽ ഉതിർന്നു വീണ കലർന്നിരിക്കുന്ന രോമം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ രോമം പുറത്തു പോകാൻ വെള്ളം മുഴുവൻ ഒഴിവാക്കേണ്ടി വരും. ഉറവ് പ്രവഹിക്കുന്നതാവുകയും വെള്ളം മുഴുവൻ ഒഴിവാക്കൽ പ്രയാസമാവുകയും ചെയ്താൽ രോമം മുഴുവൻ പുറത്തു പോയെന്ന് മികച്ച ഭാവന കിട്ടുന്ന അത്രയും അളവ് വെള്ളം പരമാവധി അടിച്ചു പറ്റിക്കുക. അങ്ങനെ ഒഴിവാക്കുന്നതിന് മുമ്പ് വെള്ളം കോരിയെടുത്ത്, 2 കൊല്ലത്തിൽ കൂടുതൽ വെള്ളമുണ്ട്, അങ്ങനെ കോരിയെടുത്തതിൽ രോമങ്ങൾ ഉണ്ടെന്ന് ഉറപ്പില്ലാതിരിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കിണറ്റിൽ ഇങ്ങനെ എലിയോ മറ്റോ വീണ് കഴിഞ്ഞാൽ അതെന്നിട്ട് അതിൽ കലറുകയും ചെയ്താൽ വേഗം വെള്ളം മുക്കി ഒഴിവാക്കുന്നതിന് പകരം അതിലേക്ക് കൂടുതൽ വെള്ളം ആവുന്നത് വരെ കാത്തിരിക്കുക. അല്ലെങ്കിൽ പുറത്തുനിന്ന് വെള്ളം അടിക്കുകയും എന്നിട്ട് 2 കൊല്ലത്താക്കുകയും അതിനുശേഷം യാതൊരു പകർച്ചയും ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാവുന്നത് ആണ് എന്ന് ഓർമ്മപ്പെടുത്തും.